അബുദാബി പോയ സ്റ്റോറിയാണ് കേട്ടോ ഇത്. പോണ വഴിക്ക് തന്നെ നമ്മളെ വണ്ടി ടയർ പഞ്ചറായിട്ടോ. അതറിയാതെ കുറച്ച് ടൈം ഓടി അങ്ങനെ അവിടുന്ന് പഞ്ചറായി അവിടെ നിർത്തിയിട്ട് നമ്മൾ ടയറൊക്കെ മാറ്റി വന്നിട്ട് അവിടെ കിടന്നിട്ട് ആകെ പേടിച്ചുണ്ടായിരുന്നു. ഫസ്റ്റ് പഠിച്ചോനെ ഇതെന്താ ഭയങ്കര ഒരു സൗണ്ട് കേട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ അങ്ങോട്ട് പുക വരുന്നുണ്ടേന്. പിന്നെ ഏതായാലും നമ്മൾ നല്ല സമാധാനത്തിൽ അവിടുന്ന് മാറ്റി. അങ്ങനെ അവിടുന്ന് വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ പോവാണ് കേട്ടോ അബുദാബിക്ക്. കഴിഞ്ഞ തവണ ദുബായിൽ വന്നപ്പോൾ ഞാൻ അബുദാബി പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ തവണ എന്തായാലും അബുദാബി കാണണം എന്ന് വന്ന ഉടനെ തന്നെ ഞാൻ പറയുന്നുണ്ട് നമുക്കൊന്ന് അബുദാബി കാണാൻ പോകണം. അങ്ങനെ ഇപ്പോൾ കസിൻസ് വന്നപ്പോൾ നമ്മൾ അവിടെ കൂടെ പോവുകയാണ് കേട്ടോ, വണ്ടിയിൽ പോവാണ്. പിന്നെ നമ്മൾ പോകുമ്പോൾ തന്നെ വൈകുന്നേരം ഒരു 4:30 ഉണ്ടാവും. അപ്പോൾ നമ്മൾ പോണ വഴിക്കിപ്പോൾ വണ്ടിയും പഞ്ചറായി. അങ്ങനെ അവിടെ എത്തി ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യാൻ പോവാണ് കേട്ടോ. ഫസ്റ്റ് ഒരു മാൾ എൻട്രൻസ് ആണ് ഉണ്ടാവുക. അപ്പോൾ ആ മാളിലൂടെ ഉള്ളിലൂടെ കുറേ നടന്നതിന് ശേഷം നമ്മളിപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പള്ളിൻ്റെ ഉള്ളിലേക്ക് പോകും. അതിൻ്റെ ഇടയ്ക്ക് അവിടെ നല്ല പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ കയറുന്ന സമയത്ത് നമ്മളിപ്പോൾ എയർപോർട്ടിലൊക്കെ പോകുന്ന സമയത്ത് ഉണ്ടാവും പോലെ പിന്നെ എല്ലാ എന്താ പറയുക ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് നമ്മളിപ്പോൾ ഉണ്ടാവും പിന്നെ ഡ്രസ്സ് ഇപ്പം ഇത് മുസ്ലിംസിൻ്റെ ഒരു പള്ളി ആയതുകൊണ്ട് തന്നെ നമ്മൾ മാന്യമായിട്ട് വസ്ത്രം ധരിക്കണം അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ. അങ്ങനെ എല്ലാ മതത്തിലുള്ള അതിൻ്റെ ഉള്ളിൽ കയറ്റുന്നുണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ അതിൻ്റെതായ ഒരു ഡ്രസ്സിങ് സോല് ജസ്റ്റ് ഒന്ന് നോക്കേണ്ടത്. അപ്പോൾ ഷോർട്സൊക്കെ ഇട്ട് വരുന്നവർക്ക് അവരവിടെ നിന്ന് പിന്നെ ഈ പർദ്ദ കൊടുക്കുന്നുണ്ട്. അത് നല്ലൊരു കാഴ്ച തന്നെയായിരുന്നു കേട്ടോ അവിടെ എത്തിയിട്ട്. അപ്പോൾ ഈ ഫിലിപ്പീൻസൊക്കെ വന്നിട്ട് ഒരു ഷോർട്സൊക്കെ ഇട്ട് വരുമ്പോൾ അവിടെ വന്നിട്ട് അപ്പുറത്തെ ഷോപ്പിൽ പോയിട്ട് പർദ്ദയൊക്കെ വാങ്ങിയിട്ട് ഫുൾ കൈയും പിന്നെ ആണുങ്ങൾ തന്തൂരൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പോകുന്ന കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാവരും ഒരേ മോഡൽ ഡ്രസ്സായതുകൊണ്ട് ഇങ്ങനെ ഉള്ളത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിൽ കാണാമെന്ന് വെച്ചാൽ എല്ലാം കാണാൻ ഇങ്ങനെ നോക്കി നിന്ന് പോയിട്ട് അങ്ങനത്തെ മാർബിളൊക്കെ അതിന് ഫുൾ വൈറ്റ് കളർ മോളിൽ ഫുൾ സീലിങ്സും മാർബിളും പിന്നെന്താ എല്ലാ സ്ഥലവും ഇങ്ങനെ നോക്കിയാൽ ആ ഒരു സെറ്റപ്പ് തന്നെയാണ് ഭയങ്കരമാണ് കേട്ടോ. നമ്മളവിടെ പിന്നെ എല്ലാ സ്ഥലവും കണ്ട് അതിൻ്റെ ഉള്ളിലൂടെ കുറേ നടന്ന് ഇതൊക്കെ ഇപ്പോൾ നമ്മളിപ്പോഴൊന്നും പള്ളിയിലേക്ക് എത്തിയില്ല. അതിലേക്കുള്ള വഴിയാണ് ഇതൊക്കെ. മാളിൽ നിന്ന് പള്ളീൻ്റെ ഉള്ളിലേക്ക് പോണ വഴിക്ക് തന്നെ കുറേ ഇങ്ങനെ നടക്കാനുണ്ട്. അതിലൊക്കെ ഇങ്ങനെ മോനും നമ്മളൊക്കെ ഇങ്ങനെ നടക്കും. മോന് കുറച്ച് കഴിയുമ്പോൾ അതിന്മേൽ ഇറങ്ങി നടക്കണം. പിന്നെ അതിലിങ്ങനെ നിന്ന് പോണതാണ് കാണുന്നത്. നമ്മളിവിടുന്ന് വൈകുന്നേരം പോയിട്ട് നമ്മളിപ്പോൾ മഗ്‌രിബ് ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലെത്തിയപ്പം ഏകദേശം ബാങ്കൊക്കെ കൊടുത്ത ആ ഒരു ടൈമിലാണ് നമ്മളവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ മഗ്‌രിബിൻ്റെ ടൈം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇശാൻ്റെ ടൈമിലുള്ള നിസ്കാരവും ബാങ്കും ഓത്തും ഒക്കെ അവിടെ നിന്ന് കേട്ടിട്ടോ. അവിടെ ഉള്ളിൽ കയറിയപ്പോൾ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഓത്തും ഇങ്ങനെ കേൾക്കുമ്പോൾ. പിന്നെ എനിക്ക് അബുദാബിയിലേക്ക് വന്നപ്പം കണ്ടൊരു മാറ്റം എന്ന് വെച്ചാൽ അവിടെ കുറേ അറബീസിനൊക്കെ കാണാൻ കഴിഞ്ഞിട്ടില്ല. ഷോപ്പിലൊക്കെ കുറേ അറബികളെ കാണാൻ കഴിയും. ദുബായിലാകുമ്പോൾ നമുക്ക് അറബികളെ അധികം തീരെ കാണാൻ കഴിയില്ലല്ലോ. അവിടെ ഫുള്ള് പുറത്തുള്ള ആൾക്കാർ മാത്രമാണല്ലോ കൂടുതലുള്ളത്. ഇവിടെ ആകുമ്പോൾ നമുക്ക് ഷോപ്പിലും മാളിലും നമ്മളെ കൗണ്ടറിലൊക്കെ നമ്മൾ അറബികളെ കുറേ കാണാൻ കഴിഞ്ഞിട്ടോ അവിടെയൊക്കെ. പിന്നെ ഞങ്ങൾ അവിടുന്ന് പുറത്തുനിന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഇക്കൻ്റെ അടുത്തേക്ക് ഇങ്ങനെ കൈ വെച്ചിട്ട് അടുത്ത് നിന്നെടുത്തപ്പോൾ ഒരു സെക്യൂരിറ്റി നമ്മളോട് വന്ന് പറഞ്ഞു ഇവിടെ ക്ലോസ് പിക്ചേഴ്സ് അലൗഡ് അല്ല എന്നിട്ടോ. നമുക്കതറിയില്ലേനു. നമ്മൾ ഇപ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ സെൽഫി എടുത്തതാണ്. പക്ഷേ ആ ഒരു പിന്നെ സെക്യൂരിറ്റി നമ്മളോട് പറഞ്ഞത് വെച്ച് ഭയങ്കര ചിരിച്ചെന്നെ അവർ പറയുന്നു. ഭയങ്കര പൊളൈറ്റായിട്ട് അവർ സംസാരിക്കും കേട്ടോ. അത് കേട്ടപ്പോൾ തന്നെ നമ്മൾ എന്തായാലും അനുസരിക്കും. പക്ഷേ ഓല് അങ്ങനെ തന്നെ നമ്മളോട് ഒരു പെരുമാറൽ കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു ഇഷ്ടമാണ് കേട്ടോ ഈ ദുബായിനോട്. ദുബായിൽ എവിടെ ആയാലും ഈ സെക്യൂരിറ്റി നമ്മൾ ചെയ്യാൻ പറ്റാത്ത എന്ത് കാര്യം എന്ന് ചെയ്യുന്നതാണെങ്കിലും കുട്ടികളൊക്കെ ഇടയ്ക്കാണെങ്കിലും നല്ല മാനേഴ്സിലേക്ക് ഒരു പെരുമാറുക. അത് കാണുമ്പോൾ ആരും അതിനെതിരെ ചെയ്യില്ല. അങ്ങനെ ഞങ്ങളിപ്പോൾ ഇതാക്കുന്നതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല. പള്ളീൻ്റെ പുറത്തായിട്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും ഏകദേശം ഒരു ലൈറ്റൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നും നമുക്ക് ഫോട്ടോ എടുക്കാനൊന്നും കഴിഞ്ഞില്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ ഉള്ളിലേക്ക് പോയി. അതിൻ്റെ പുറത്തുള്ള വ്യൂസാണ് ഇതൊക്കെ. ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾക്ക് അവിടെയൊക്കെ ഒരു വെള്ളമൊക്കെ കാണും കേട്ടോ. പുറത്തിങ്ങനെ വെള്ളമൊക്കെ ഉണ്ടാവും. അവിടെ നമ്മൾ അവിടുത്തെ നാട്ടുകാരായിട്ടുള്ള കുറേ ആൾക്കാരുണ്ടാവും അറബികൾ പോലെ നിസ്കാരത്തിന് വേണ്ടി വരുന്നത്. നമ്മളവിടെ വിസിറ്റേഴ്സായിട്ട് വരുമ്പോൾ അവരുടെ നാട്ടിൽ നിന്ന് പള്ളിയിലേക്ക് വരുന്ന പോലെ വരുന്ന കുറേ ആൾക്കാർ നമ്മൾ കണ്ടിട്ട് വന്ന് നിസ്കരിച്ച് പോകണ പോലെയൊക്കെ. ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ലോങ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ പിന്നെ ഒരുപാട് ടൈം എന്താ പറയേണ്ടതെന്നൊന്നും അറിയില്ല.
അപ്പം ഞാൻ കണ്ടൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാനിങ്ങനെ പോണ സമയത്ത് എനിക്ക് എന്താണ് ഒരു എക്സ്പീരിയൻസ് ഇങ്ങനെ വീഡിയോ ആക്കി വിട്ടാൽ അത് നമുക്ക് തന്നെ പിന്നെ കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണല്ലോ. നമ്മളന്നൊക്കെ എപ്പോഴെങ്കിലും എനിക്ക് പുറത്തൊന്നും പോകാൻ കഴിയുന്നില്ലിട്ട് പോകാൻ ഇല്ല ഞാൻ അങ്ങനെയൊക്കെ ഫസ്ട്രേഷൻ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ തന്നെ പോയ വീഡിയോ നമുക്ക് കാണുമ്പോൾ അത് നല്ലൊരു പോസിറ്റീവ് എനർജി ആണല്ലോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്ത് എൻ്റെതായ ആ ഒരു അനുഭവം മനസ്സിൽ നിന്ന് മറന്നു പോകണം എൻ്റെ അടുക്ക് തന്നെ ഇങ്ങനെ ഇപ്പോൾ വീഡിയോ എടുത്തിടാനുള്ളൊരു കാരണം. അങ്ങനെ അതാ ഞങ്ങൾ എൻ്റെ പുറത്തൊരു ഫോട്ടോ എടുക്കുന്നൊരു സ്ഥലമുണ്ട്, അവിടെ എത്തിയിട്ടപ്പോൾ അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ മഗ്‌രിബ് നിസ്കരിക്കാനിപ്പോൾ നിസ്കാര റൂം തിരിയണം പോകണം ടൈം നോക്കിയിട്ട് ഞങ്ങൾ അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് കേട്ടോ. നിസ്കാരമൊന്നും കഴിഞ്ഞില്ല. അങ്ങനെ ഈ ഒരു സ്ഥലത്ത് കുറേ ആൾക്കാരുണ്ട്, അവിടെയൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. മാർബിൾ കണ്ടിട്ട് അതിങ്ങനെ തിളങ്ങുകയാണ്. കണ്ടപ്പോൾ ഞാൻ അവിടെ എന്തോ വെള്ളം കണ്ടിട്ടുണ്ടെന്ന് വിചാരിച്ചു, പക്ഷെ അതൊക്കെ മാർബിളാണ്, അതിൻ്റെ ഒരു പവറാണ്. അങ്ങനെ അവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ പിന്നെ പോയത് നിസ്കരിക്കാനാണ് കേട്ടോ. അങ്ങനെ നിസ്കാര ഹോള് നോക്കിപ്പോയി. അവിടുത്തെ നിസ്കാരത്തിന് ഒളു എടുക്കുന്ന സ്ഥലവും നിസ്കരിക്കുന്ന സ്ഥലമൊക്കെ കണ്ടാൽ തന്നെ അതന്നെ ഒരു പള്ളിയാന്ന് തോന്നും. അത്രയും നല്ല നല്ല രസമുണ്ടെങ്കിൽ അവിടെയൊക്കെ കാണാൻ ആ ഒളു എടുക്കുന്ന സ്ഥലമൊക്കെ. ഞാനിത് എന്തായാലും കുറച്ച് ലോങ് ആയിട്ട് തന്നെ വീഡിയോ കൊടുക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പോയ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ എല്ലാ വീഡിയോസും ഇൻക്ലൂഡ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഫസ്റ്റാണ് എനിക്ക് എഡിറ്റ് ചെയ്യണമെന്ന് അറിയാത്തതുകൊണ്ട് അങ്ങനെ തന്നെ ഇതിലേക്കായിട്ട് പോസ്റ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കണ്ട ഓരോ കാര്യങ്ങൾ എങ്ങനെ പറയുകയാണ്. ഇതിപ്പോൾ ഞാൻ വുളു എടുക്കുന്ന സ്ഥലം കണ്ടതാണ്. അപ്പോൾ അവിടെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ അന്നപ്പോൾ തന്നെ ആദ്യം വീഡിയോ എടുത്തേച്ച് ഇത് ഫസ്റ്റാണ് ഇത്രയും നല്ലൊരു വുളു എടുക്കുന്ന സ്ഥലത്തേക്ക് പോയത് കേട്ടോ. ഇവിടെ എത്തിയാൽ തന്നെ ഇവിടുത്തെ ബാത്റൂമൊക്കെ കണ്ടാൽ തന്നെ ഭയങ്കര വൃത്തിയാണല്ലോ. പക്ഷേ വുളു എടുക്കുന്ന സ്ഥലമൊക്കെ ഇങ്ങനെയാണ് ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ ഞങ്ങൾ ആടുന്നു പക്ഷെ ഓരോരോ മൂലയിലാട്ടോ വുളു എടുക്കാൻ താഴെ പോകണം. പിന്നെ അവിടെ നിന്ന് വുളു എടുത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നിസ്കരിക്കാൻ പിന്നെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അങ്ങനെ വേറെ സെപ്പറേറ്റ് ആയിട്ട് അവിടെ ഒരു റൂം ഉണ്ടാവും. അവിടെ നിന്ന് നിസ്കരിച്ചിട്ട് നമ്മൾ പിന്നെ ഈ മെയിൻ കാണുന്ന സ്ഥലത്തേക്ക് പിന്നാണ് പോകുന്നത്. അവിടെ പിന്നെ വെള്ളിയാഴ്ച മാത്രമേ ഇവിടെ പിന്നെ ചുമ നടക്കുന്നുള്ളൂ, അല്ലാത്ത സമയം വിസിറ്റേഴ്സ് വന്ന് കാണാൻ വേണ്ടിയിട്ട് വെച്ചു കൊടുത്തതാണ്. അപ്പം ഞാൻ ഇതിനോട് കുറേ എന്തെങ്കിലും പറയും നമുക്ക് വീഡിയോ ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവന് തീരെ എന്താ പറയുക സപ്പോർട്ടില്ല ആ ടൈമിലൊന്നും. അവനൊരു മൂഡ് വന്നാൽ അവൻ എന്തൊക്കെയോ പറയും, അല്ലെങ്കിൽ അവനെ കിട്ടൂല കേട്ടോ. അപ്പം ഞാനിങ്ങനെ ബേക്കുന്ന ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ പോവുക ചെയ്യാം. അങ്ങനെ ഞങ്ങളിതായി മെയിൻ സ്ഥലത്തേക്ക് എൻ്റെ ഉള്ളിലേക്ക് ഹാളിലേക്ക് കയറി. ഇവിടുത്തെ ഈ ചുമരൊക്കെ കണ്ടു ഭയങ്കര എന്താ പറയുക കണ്ടാൽ തന്നെ ഒരു വല്ലാത്തൊരു ഫീലാട്ടോ. ഇങ്ങനെ കാണുന്നേരം ഇങ്ങനെ ഒറിജിനൽ ഇങ്ങനെ കാണുന്നേരം ഇവിടെ വന്നിട്ട് ഇവിടെ എന്തായാലും നമ്മളൊന്ന് പോയി കാണുന്നത് ശരിക്കും പറഞ്ഞാൽ. ഇങ്ങനെ പുറത്തുനിന്ന് പിന്നെ ഇത് മെയിൻ ഹാൾ, ഇവിടെയാണ് ഖുതുബ നടക്കുന്ന സ്ഥലം. ഇവിടെ പിന്നെ ഇതല്ല നെക്സ്റ്റ് കാണുന്നത്. അവിടെ അവിടെ പിന്നെ നിസ്കാരമൊന്നുമില്ല, അവിടെയൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കുകയാണ്. ഇവിടെ ഇങ്ങനെ വരുന്നവർ ഇങ്ങനെ കാണുന്നേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ ഈ ഒരു കാർപ്പറ്റൊക്കെ ഇങ്ങനെ വിരിച്ച് അവിടെ പിന്നെ എന്തൊക്കെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെയൊക്കെ ചരിത്രങ്ങളൊക്കെ നമുക്കതൊന്നും മനസ്സിലാവുന്നില്ല, പക്ഷെ ഒക്കെ കണ്ടിങ്ങ് പോകുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ എന്താ പറയുക വല്ലാത്തൊരു ഫീലിംഗ് ആണ്. നമ്മൾ പള്ളീൻ്റെ ഉള്ളിൽ പൊതുവേ ഈ മെയിൻ സ്ഥലത്തേക്ക് നമ്മൾ തീരെ കയറിയിട്ടില്ലല്ലോ. പള്ളിയിൽ പെണ്ണുങ്ങൾ തീരെ എന്തായാലും കയറുന്നില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറാൻ പറ്റിയപ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമായിന്. പിന്നെ അതിൽ മറ്റു മതത്തിലുള്ളവരൊക്കെ വരുന്നുണ്ട്. അവരൊക്കെ അവരുടേതായ പ്രാർത്ഥനകളൊക്കെ പോലെ മനസ്സുകൊണ്ട് ഇങ്ങനെ നടത്തുന്നുണ്ട്. അല്ലാണ്ട് അവിടെ ഒന്നും നടത്താനോ സമ്മതിക്കുകയോ നിസ്കരിക്കാനും ഒന്നും അവിടെ നിന്ന് പറ്റില്ല. നിസ്കാരമൊക്കെ അതിന് വേറെ സെപ്പറേറ്റ് സ്ഥലമുണ്ട്, അവിടെ തന്നെ പോയി നിസ്കരിക്കണം. കണ്ടോ ഈ ഒരു ലൈറ്റും ഈ ഒരു കാർപ്പറ്റും ആ ഒരു തൂണൊക്കെ ഇങ്ങനെ ഭയങ്കര ലക്ഷറി ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. അതിൻ്റെ ഉള്ളിൽ എന്താ പറയുന്നത് കിബിലാവാൾ എന്നൊക്കെ പറഞ്ഞതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാക്കുക. ഞാൻ ജസ്റ്റ് ഫോട്ടോ എടുത്തതല്ലാണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല കേട്ടോ. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് പോരുകയാണ് കേട്ടോ. ഇതിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ഇതൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ ഞാനിങ്ങനെ ഇക്കനോട് പറയുന്നത് നമുക്ക് ഇതേപോലത്തെ സ്ഥലമൊക്കെയാണ് ശരിക്കും നമ്മൾ കാണേണ്ടത്. നമ്മൾ പാർക്കിലൊക്കെ പോകണേക്കാളുമാണ് ഇങ്ങനത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച് പഠിച്ചുകൊണ്ട് ഓരോരോ എന്താ പറയുക ഓരോരോ സ്മരണയ്ക്ക് വേണ്ടി ഉണ്ടാക്കിക്കുന്ന. കാരണം താജ്മഹലും ഇതൊക്കെ പോലെ തന്നെ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഇതൊക്കെ കണ്ട് എന്നുള്ളൊരു വല്ലാത്തൊരു ഫീലിംഗ് ആണ്. അപ്പോൾ ഉമ്മക്കും ഉപ്പൊക്കെ നമ്മൾ ബീച്ചിലൊക്കെ കൊണ്ടുപോകുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ കാണാനുള്ളതെന്ന് ചോദിക്കലുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽക്കൊക്കെ ഇപ്പോൾ എന്താ കാട്ടിക്കൊടുക്കേണ്ട മനസ്സിലൊരു കണ്ടെന്നുള്ളൊരു ഫീല് കിട്ടുന്ന ഒരു സാധനം ഇപ്പോൾ എവിടെ അപ്പോൾ കൊണ്ടുപോകുക ചോദിച്ചാൽ കൺഫ്യൂഷൻ ഉണ്ട്. അങ്ങനത്തെ സ്ഥലത്തൊക്കെ ഇങ്ങനത്തെ ഒരു സ്ഥലമൊക്കെ കാണുമ്പോൾ എനിക്കൊക്കെ എന്താ വല്ലാത്തൊരു ഫീൽ ചെയ്യും. അങ്ങനെ ഉള്ളൊക്കെ കണ്ട് ഞങ്ങൾ മതിയാക്കി ഞങ്ങൾ പുറത്തിറങ്ങി.
അങ്ങനെ പുറത്തെത്തിയിട്ട് പിന്നെ പുറത്തുനിന്നുള്ള വ്യൂസാണ്. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ് കേട്ടോ. ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ അതിനുള്ളിൽ തന്നെ മാളിൽ തന്നെ ഫുഡ് കഴിക്കാൻ കുറേ സ്ഥലങ്ങളുണ്ട്. അവിടെ ഇരിക്കുകയാണ്. അവിടെ ഇരുന്നിട്ട് നമ്മൾ പറ്റിയ ഫുഡ് നോക്കാൻ പോയതാണ്. ആ ടൈം ഇവർ ഇവിടുന്ന് ഇരുന്ന് മതിയായിട്ടുണ്ട് ഇവർക്ക് ഉണ്ടാക്കും. അങ്ങനെ ഞങ്ങൾ ഫ്രഞ്ച് ഫ്രൈസും നഗറ്റ്സും മക്ഡൊണാൾഡിൻ്റെ ഐസ്ക്രീമും അതൊക്കെ തിന്നിട്ട് ഞങ്ങൾ അവിടുന്ന് അവിടെ അങ്ങനെ തിന്നിരിക്കുകയാണ് കേട്ടോ. അവിടെ ഇതൊക്കെയാണ് ഞങ്ങളെ ഫുഡ് വിശേഷങ്ങൾ. ആ ടൈം ആകുമ്പോഴേക്ക് ഏകദേശം വലിയ നടന്നു പോയെങ്കിൽ അതിൻ്റെ ഉള്ളിൽ മാളിൻ്റെ ഉള്ളിലൂടെ എന്തായാലും ഒരുപാട് നടക്കാനുണ്ടാവുമല്ലോ. അതൊക്കെ കഴിഞ്ഞ് ആ ചെക്കന് ഇഷ്ടമുണ്ടോ നോക്കിയിട്ട് വേണം അങ്ങനെ തിന്നാൻ നോക്കുകയാണ്. അങ്ങനെ ഐസ്ക്രീം നഗറ്റ്സ് ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഞങ്ങൾ അവിടുന്ന് വാങ്ങി കഴിച്ച് ഒരു താൽക്കാല ആശ്വാസത്തിന് വേണ്ടി കഴിച്ചതാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ അവിടെ കയറിയ പിന്നെ എന്തായാലും ഐസ്ക്രീം ഒന്ന് ട്രൈ ചെയ്യണമല്ലോ. അങ്ങനെ അതും വാങ്ങി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ പുറത്ത് പോകുന്നു കേട്ടോ. പിന്നെ ഞങ്ങളെ കസിൻസൊക്കെ പോലെ ഞങ്ങൾ ആ പുറത്ത് വെയിറ്റ് ചെയ്തു. അല്ല നമ്മളെ കൂടെ കയറി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ തന്നെ കണ്ടേ. ഞങ്ങൾ പിന്നെ പുറത്ത് വരുന്ന സമയത്ത് ഞങ്ങൾ നല്ലോണം കഴിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു കുറേ അതിൻ്റെ ഉള്ളിൽ നിന്നപ്പോൾ ഒരു കൊഴിഞ്ഞപ്പോൾ ഓൽക്കൊന്ന് വാങ്ങിക്കൊടുത്തതാണ്. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ കണ്ട് പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങി. തവൻ ഐസ്ക്രീം ഒന്നും കണ്ടില്ലേ. അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി കുറച്ച് അങ്ങനെ ഇരുന്ന് പുറത്തുള്ള ലൈറ്റൊക്കെ കണ്ട് അവിടുന്ന് കുറച്ച് കാത്തു നിന്ന് മറ്റുള്ള കാത്തു നിന്നതാണ്. പോലെ വന്നു വണ്ടിയിലൊക്കെ കയറി ഞങ്ങൾ അങ്ങനെ രാത്രിയുള്ള വൈബൊക്കെ ആസ്വദിച്ച് അബുദാബിയൊക്കെ കണ്ട് അവിടുത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ട് നല്ല രസമായിരുന്നു. ഏതായാലും അബുദാബി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ തിരിച്ചു പോരാൻ നൈറ്റ് വൈബൊക്കെ കാറിൽ അങ്ങനെ ആസ്വദിച്ച് ഫസ്റ്റ് ടൈമാണ് കാറിലിടന്ന് പോകുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.